സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് സാറുമായിട്ട് നമ്മൾ സല്യൂട്ട് ഭാരതിൽ നിന്ന് സംസാരിച്ച വിഷയം വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട്, വിദേശ നാണ്യം നമ്മൾ വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദമാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. സാർ, നമ്മൾ ഇന്നലെ സംസാരിച്ചതിന് തൊട്ടു പിറകെ ഇന്ന് പത്രത്താളുകളിൽ അല്ലെങ്കിൽ ഇന്നത്തെ മുഖ്യമായ വാർത്ത, കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കുന്നതിന് കടുത്ത ഉപാധികൾ വച്ചിരിക്കുന്നു. സാർ, ഈ കടുത്ത ഉപാധികൾ എൻ്റെ ചോദ്യം, കടുത്ത ഉപാധികൾ ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ കേരളത്തിൽ ഒരു കൂട്ടം ഇങ്ങനെ ഫണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ ഇന്ത്യ ഒട്ടാകുണ്ട്, പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളം. സാർ, അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ, ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും കൂടുതൽ, പിന്നെ മുസ്ലിം സമുദായം. സാർ, അതിനെ അങ്ങനെ അവരിങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് BJPക്ക് എത്രത്തോളം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും? എന്താണ് ഇതിലെ സത്യാവസ്ഥ? ആദ്യം നമുക്ക് ആ നിയമത്തെക്കുറിച്ച് പറയാം, പിന്നീട് രണ്ടാമത് ഇതിനെക്കുറിച്ച് പറയാം. ഓക്കെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് താങ്കൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെസ്ട്രിക്ഷൻ ആക്ട് എന്ന് പറയുന്ന FCRA 2026 ഭേദഗതികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഭേദഗതികൾ പുറത്തു വരുമ്പോൾ നാളിതുവരെയുള്ള ഇന്ത്യ ചരിത്രത്തിലെ ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞത് നമ്മളെ ഞെട്ടിക്കുന്നതല്ല, ഇപ്പോ പണം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന താങ്കൾ സൂചിപ്പിച്ച തരത്തിലുള്ള ആൾക്കാര് ഞെട്ടാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ദിവസം കാണാം. ഉറപ്പായിട്ടും. അപ്പോ എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മുടെ പരിമിതമായ 10-15 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാനതിനെ 8 പ്രധാന മേഖലകളാക്കി ചുരുക്കി പറയാം. അതിലൊന്നാമത്തെ കാര്യം, ഈ പ്രവർത്തന മേഖലയും ലക്ഷ്യവും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കണം എന്നുള്ളതാണ്. FCRAയിൽ കൂടി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്നവർ ഏത് പ്രവർത്തന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, ഇങ്ങനെയുള്ള മേഖല. ഇപ്പൊ കേരളമാണോ, ദക്ഷിണേന്ത്യയാണോ, വടക്ക് കിഴക്കൻ സംസ്ഥാനമാണോ, കാശ്മീരാണോ, അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രമാണോ, അങ്ങനെ പ്രവർത്തന മേഖല ഏതാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം. രണ്ടാമത്തേത്, ഇതിന്റെ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ വരുന്ന രണ്ടാം ഭാഗം, ലക്ഷ്യം എന്താണെന്ന് പറയണം. അനാഥാലയം നടത്താനാണോ, സ്കൂൾ നടത്താനാണോ, ആശുപത്രി നടത്താനാണോ, പള്ളി പണിയാനാണോ, അല്ലെങ്കിൽ ബൈബിൾ അച്ചടിക്കാനാണോ, എന്താണ് സംഭവം, അത് കൃത്യമായിട്ട് പറയണം, ലക്ഷ്യം പറയണം. ഇത് രണ്ടും പറയണം എന്ന് നിർബന്ധിക്കാൻ ഒരു കാരണമുണ്ട്. ഇപ്പൊ അനാഥാലയം പണിയാനാണ്, അല്ലെങ്കിൽ ആശുപത്രി പണിയാനാണ്, സ്കൂൾ പണിയാനാണെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് ആയുധങ്ങൾ മേടിച്ച് തീവ്രവാദികൾക്ക് കൊടുക്കുന്ന പണി കയ്യോടെ കേന്ദ്രം പിടിച്ചിട്ടുണ്ട്. 6 പേര് അച്ഛന്മാരിപ്പോ അകത്ത് കിടപ്പുണ്ട്. അപ്പോ ആരും മിണ്ടുന്നില്ലതേ ഉള്ളൂ, ചർച്ചയില്ലല്ലോ. അപ്പോ സ്കൂൾ പണിയാനാണ്, ആശുപത്രി പണിയാനാണ്, പാൽപ്പൊടി കൊടുക്കാനാണ്, വീട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് AK-47 മേടിച്ച് ഭീകരവാദികൾക്ക് കൊടുക്കുന്ന പരിപാടി കയ്യോടെ കേന്ദ്രം പൊക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്യം എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്, വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് മതപരിവർത്തനം അനുവദിക്കുകയില്ല, പാടില്ല എന്നാണ്. അതായത് ഈ ഒരു ഒറ്റ കാര്യത്തിനാണ് പരമാവധി പണം വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കിയാൽ ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ പറയുക, എന്നാ പിന്നെ ഞങ്ങൾക്ക് FCRA വേണ്ട എന്ന് പറയാനാണ് സാധ്യത. അതായത് മതപരിവർത്തനം പാടില്ല, ഈ പണം എടുത്ത് മതപരിവർത്തനം ചെയ്തു എന്ന് തെളിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കി കുറ്റവിചാരണ നടത്തി പിടിച്ചകത്തിടും, ശിക്ഷിക്കും എന്ന് തന്നെയാണ് അതിന്റെ സൂചന. ഇനി മൂന്നാമത്തെ പോയിന്റില് ഈ സാമ്പത്തിക വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് പഴയ കാലത്ത് FCRA വഴി കൊണ്ടുവരുന്ന പണത്തിന്റെ 50% വരെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ 100 കോടി രൂപ വന്നു എന്നിരിക്കട്ടെ. ഈ 100 കോടി എന്നൊക്കെ പറയുന്നത് ചെറിയ തുകയാണ് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഇത് സംസാരിക്കുന്ന കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ കാരിത്താസ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. അവിടെയൊക്കെ 100 കോടി FCRA വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുകയാണ്. അപ്പൊ ആ 100 കോടി പറഞ്ഞാൽ 50 കോടിയും ഓഫീസ് എക്സ്പെൻഡിച്ചർ
അല്ലെങ്കിൽ ശമ്പളം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളാം. ബാക്കി 50 കോടി കാണിച്ചാൽ മതി. അതങ്ങ് വെട്ടിക്കുറച്ചിട്ട് കേന്ദ്രം പറഞ്ഞു ഇനിയിപ്പോ 20% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ അനുവദിക്കുകയുള്ളൂ. അതായത് 100 കോടി വന്നാൽ 20 കോടി എടുത്ത് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാം, അഡ്മിനിസ്ട്രേഷന്റെ മറ്റ് ചെലവുകൾ നടത്താം. പക്ഷെ 20 കോടി അവിടെ റെസ്ട്രിക്ട് ചെയ്തു. 20% എന്നുള്ളത് റെസ്ട്രിക്ട് ചെയ്തു. 20 കോടിയല്ല, 20%. ഇനി ഈ നിർദ്ദേശം തെറ്റിച്ചൊന്നിരിക്കട്ടെ. തെറ്റിച്ചാൽ ആദ്യമായിട്ട് 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. കൂടാതെ ഇങ്ങനെ വകമാറ്റി ചെലവഴിച്ചതിന്റെ 30% പിഴ കൊടുക്കണം. വളരെ കൃത്യമായിട്ടാണ് ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ 1 ലക്ഷം രൂപ ഫൈൻ അടിക്കും. അത് കഴിഞ്ഞാൽ വകമാറ്റി ചെലവഴിച്ചതിന്റെ 30% പിഴയായിട്ട് ഖജനാവിലേക്ക് അടയ്ക്കണം. ഇനി വേറെ ഒരു സംഭവമുണ്ട്. ഈ പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനാണ്, വീട് വെച്ച് കൊടുക്കാനാണ്, പാവങ്ങൾക്ക് തുണി കൊടുക്കാനാണ്, രോഗികളെ ശുശ്രൂഷിക്കാനാണെന്നൊക്കെ പറഞ്ഞു വരുന്ന പണത്തിന്റെ വലിയ ഒരു പങ്ക് ഷെയർ മാർക്കറ്റിലും ഊഹക്കച്ചവടത്തിനും ഒക്കെ ചെലവഴിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ലാഭത്തിന്റെ 110% പിഴ കൊടുക്കണം. അതായത് ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പൈസ എടുത്ത് ഷെയർ മാർക്കറ്റിൽ കളിച്ചു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മേടിച്ചു, അല്ലെങ്കിൽ ബ്ലേഡിനകത്തിട്ടു, അതല്ലെങ്കിൽ മറ്റേ തട്ടിപ്പ് പരിപാടിക്കകത്തൊക്കെ ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിച്ച് കിട്ടുന്ന പണത്തിന്റെ ലാഭത്തിന്റെ 110% എന്ന് പറഞ്ഞാൽ ലാഭവും കഴിഞ്ഞ് 10% അഡീഷണലും കൂടെ പിഴയായിട്ട് അടയ്ക്കണം. ഇതാണ് 3ാമത്തെ പോയിന്റ്. പിന്നെ 4ാമത്തെ പോയിന്റാണ് അങ്ങേയറ്റം ഗൗരവമുള്ളത്. ഇത് ആരാ തന്നേന്ന് പറയണം. അതായത് അമേരിക്കയിൽ നിന്ന് വന്നു, യൂറോപ്പിൽ നിന്ന് വന്നു, ഇറ്റലിയിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വന്നു, കാനഡയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ പോരാ. അവിടെ ഏത് വ്യക്തിയാണ് ഈ പണം തന്നത്, ഏത് സംഘടനയാണ് പണം തന്നത്, വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞേ പറ്റൂ. കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന വിദേശ സംഘടനകളുടെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇത് തന്ന ആൾ ആരാണ് എന്ന് കൃത്യമായിട്ട് പറയണം. ഇതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, ഈ പറയുന്ന സംഘടനകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനെ കാണിക്കണം. ഇവരുടെ ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവരുടെ ട്വിറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവരുടെ എക്സ് എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കുന്നു, വാട്സാപ്പ് വരെ ഉള്ള കാര്യങ്ങൾ സർക്കാരിനെ കാണിക്കണം. കാരണം ഈ പണം കൊണ്ടുവന്നിട്ട് ഇവര് എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുരുപൊട്ടാൻ പോകുന്ന കോക്രോച്ചിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർക്കായിരിക്കും. നമുക്കറിയാമല്ലോ. അത് നമുക്കറിയാമല്ലോ, ഡൽഹിയില് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകൻ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അതിഗംഭീരമായിട്ടുള്ള കർഷക സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടി കർഷക സമരക്കാരെ പൊടിയും തട്ടി സ്ഥലം വിട്ടു. പിരിച്ചുവിട്ടൊന്നുമില്ല, പോലീസ് ഇടപെട്ടില്ല, സ്വയം പിരിഞ്ഞുപോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പുറകിലുള്ള വിദേശ ശക്തികളെയും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കോലാഹലം ഉണ്ടാക്കുന്ന ആൾക്കാരെ തിരിച്ചറിയണം. അത് നിരീക്ഷിക്കും, സർക്കാർ നിരീക്ഷിക്കും. അല്ല, അത് സാറ് പറഞ്ഞ കറക്റ്റാണ്. ഈ പാറ്റ പാർട്ടി, ഈ കോക്രോച്ച് പാർട്ടിയുടെ കാര്യം സാറ് പറഞ്ഞ കറക്റ്റാണ്. വെളിയിൽ നിന്ന് ഫണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെ അതെ. പിന്നെ 6ാമത്തെ പോയിന്റ്, ഈ പണം വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് സംഘടനയാണേലും അതിന്റെ കീ ഫംഗ്ഷണറീസ് വിദേശികളാകാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇന്ത്യയില് ധാരാളം അവാർഡുകൾ കൊടുക്കുന്ന സംഘടനകളുണ്ട്, ധാരാളം സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംഘടനയുണ്ട്, സൗജന്യമായ ധനസഹായം കൊടുക്കുന്ന സംഘടനയുണ്ട്. ഇതിന്റെയൊക്കെ കീ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, അല്ലെങ്കിൽ ഫീൽഡ് ഓർഗനൈസർ എന്നൊക്കെ 100 കണക്കിന് പേരിട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാർ വിദേശികളാണ്, ഇന്ത്യക്കാരല്ല. അത് നിങ്ങൾ നിരോധിച്ചു. അത് നിരോധിച്ചിട്ട് പറഞ്ഞു ഇന്ത്യക്കാർ നടത്തിയാൽ മതി. ഇനി വല്ല കമ്മിറ്റി അംഗമെന്നോ മെമ്പറെന്നോ ഒക്കെ പറഞ്ഞ് വിദേശിക്ക് വേണമെങ്കിൽ ഇരിക്കാം, അഡ്വൈസർന്നോ ഒക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇരിക്കാം. പൈസ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ വിദേശികൾ ഈ പണം എടുത്ത് ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യാനുള്ള അധികാരം എടുത്ത് കളഞ്ഞിരിക്കുന്നു. വിദേശികൾ ഭരിക്കണ്ട, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു.
ഏഴാമത്തെ പോയിന്റ്, തൊട്ട് കഴിഞ്ഞ 2 വർഷക്കാലം, 2 വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ, മാർച്ച് ടു ഏപ്രിൽ ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചിരിക്കണം. വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ വരുമ്പം ഈ രൂപ ചെലവഴിച്ചതിന്റെ കണക്ക് പലയിടത്തും കാണുന്നില്ല. അപ്പോ അതെങ്ങോട്ട് പോയി എന്നുള്ള നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പലരും കുടുംബത്തിലുള്ളവർക്ക് ഭാര്യയുടെ പേരില്, കാരണം കല്യാണം കഴിക്കാവുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു ഭാര്യയുടെ പേരില്, മക്കളുടെ പേരില്, അളിയന്റെ പേരില്, ബന്ധുക്കളുടെ പേരില് ഒക്കെ ഈ പണം വകമാറ്റി ഒഴുത്തി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ 10 ലക്ഷം രൂപയെങ്കിലും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചെലവഴിച്ചിരിക്കണം. അങ്ങനെ ചെലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടും. ഇനി 8ാമത്തെ പോയിന്റ്, ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് പോയി എന്നിരിക്കട്ടെ. പ്രധാനമായിട്ടും ലൈസൻസ് പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ 7 കാര്യങ്ങൾ പലരും പാലിക്കാറില്ല. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കാറില്ല. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാറില്ല. വന്ന പണം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന്റെ കണക്ക് സർക്കാരിനെ കാണിക്കാറില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അങ്ങനെ ലൈസൻസ് റദ്ദ് ചെയ്തു എന്നിരിക്കട്ടെ. ലൈസൻസ് റദ്ദ് ചെയ്താൽ ഇവരുടെ പണം സർക്കാരിന്റെ പണമായിട്ട് മാറും. ഇതാണിപ്പോ ബിഷപ്പുമാരുടെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു വിഷയം. ഇതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടാൻ പോകുന്നതായിരിക്കും. അതെ, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ്, ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞ് ഞങ്ങളുടെ പൈസ എല്ലാം പിടിച്ചോണ്ട് പോകും, ഞങ്ങളുടെ പള്ളി പ്രവർത്തിക്കാൻ പറ്റാതെ വരും, നമ്മുടെ ആശുപത്രി അടച്ചു പൂട്ടും, സ്കൂളൊക്കെ നിന്ന് പോകും, കോളേജ് പ്രവർത്തിക്കുകയല്ല. അപ്പോ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഒരു പള്ളിയും പൂട്ടുകയല്ല, ഒരു ആശുപത്രിയും പൂട്ടുകയല്ല, ഒരു കോളേജും ഒരു സ്കൂളും പൂട്ടുകയല്ല. ഇതൊക്കെ ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായ ഒരു മെക്കാനിസം അവിടെ സർക്കാർ രൂപപ്പെടുത്തും. ഈ പണം അതിന് മാത്രമേ ചെലവഴിക്കാവൂ, അതിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും എന്ന് വളരെ വ്യക്തമായിട്ട് സർക്കാർ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞ 8 മേഖലകളിൽ വന്നിരിക്കുന്ന നിയന്ത്രണം രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി, അതായത് ഇവിടുത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവിടുത്തെ കോടതി, ഇവിടുത്തെ നികുതി സംവിധാനങ്ങൾ, അതുപോലെ തന്നെ രാജ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള സുതാര്യത, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ അറിഞ്ഞ് ചെലവാക്കിയാൽ മതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് വളരെ വ്യക്തമായി എല്ലാം തുറന്നു കൊടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കൊണ്ടുവന്നു, അമേരിക്കൻ ഡോളർ സർക്കാരിന് കിട്ടുമല്ലോ എന്ന് കരുതി കൊണ്ടുവന്ന ഒരു വളരെ അയഞ്ഞു തുടങ്ങിയ ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ആവശ്യം പോലെ അല്ല സാർ, ആവശ്യം പോലെ ഫണ്ട് ഉണ്ടാക്കി വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം വിനിയോഗിച്ചു. അതെ, നമുക്കറിയാമല്ലോ, ഇവിടെ കൂടംകുളം താപവൈദ്യുത നിലയം, അതിനെതിരെ ഭയങ്കരമായ സമരം നടന്നു. ഈ സമരത്തിന്റെ പുറകിൽ വിദേശ ഫണ്ടായിരുന്നു. സാർ ഏതായാലും നമ്മുടെ ഈ വിഷയത്തിന്റെ ഏതാണ്ട് പോയിന്റ്സ് എല്ലാം സാർ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സാർ, ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് മതപരിവർത്തനത്തിന്, അതായത് അനാവശ്യമായിട്ടുള്ള മതപരിവർത്തനം, ഒരു വ്യക്തിക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മതപരിവർത്തനം. നമ്മുടെ കേരളത്തിൽ കുറവായിരിക്കാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ്. സാർ, അതിനൊരു നല്ലൊരു അറുതി വരികയല്ലേ, അതിന് അവസാനം ഉണ്ടാവുകയല്ലേ ഈ ഒരു കാര്യം കൊണ്ട്? സാർ, അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കാം. അതാണ് സാർ ഇതിൽ ഏറ്റവും ക്ലാപ്പ് കിട്ടുന്ന ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത്. സാറിന് എന്താ? വളരെ ശരിയാണ്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന്റെ മഹാഭൂരിപക്ഷവും മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെയുള്ള വിദേശ ഫണ്ട് ഉപയോഗിച്ച് സൗദി അറേബ്യയിൽ എന്താ പ്രവർത്തിക്കാത്തെ? അല്ലെങ്കിൽ ദുബായിൽ എന്താ പ്രവർത്തിക്കാത്തെ? ഖത്തറിലും ഒമാനിലും എന്താ പ്രവർത്തിക്കാത്തെ? എന്തുകൊണ്ടാണ് ഇറാനിലും ഇറാഖിലും തുർക്കിയിലും എന്താ പ്രവർത്തിക്കാത്തെ? അവിടെയൊന്നും മതപരിവർത്തനം നടക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ മതപരിവർത്തനം വിശാലമായിട്ട് നടക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയധികം പണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. അത് കർശനമായിട്ട് നിരോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ ചട്ടങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിദേശ പണം കൊണ്ടുള്ള മതപരിവർത്തനത്തെ തടയിടുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. നന്ദി. താങ്ക് യു സാർ.